ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേ. हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंदा. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് രാമായണത്തിൽ വളരെ പ്രസിദ്ധമല്ലാത്ത ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ വിരളമായി കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയാവുന്ന ഒരു ഭാഗമാണ്. അധികം പ്രചരണമില്ലാത്ത ഒരു ഭാഗമാണ് ഇത്. ദശരഥ ചക്രവർത്തിക്ക് പ്രധാനപ്പെട്ട 3 പത്നിമാരാണ്: കൗസല്യ, സുമിത്ര, കൈകേയി. ദശരഥ മഹാരാജാവിന് ഒരു ബാല്യകാല സുഹൃത്തുണ്ടായിരുന്നു, രോമപാദ മഹാരാജാവ്. രോമപാദ മഹാരാജാവിൻ്റെ പത്നിയും കൗസല്യയും സഹോദരിമാരാണ്. എന്ന് വെച്ചാൽ ദശരഥ ചക്രവർത്തിയുടെ പ്രഥമ പത്നിയായ കൗസല്യയുടെ സഹോദരിയുടെ ഭർത്താവാണ് രോമപാദ മഹാരാജ. മാത്രമല്ല ബാല്യകാല സുഹൃത്തുമാണ്. ഈ രോമപാദ മഹാരാജാവിന് സന്താനഭാഗ്യമില്ല. ദശരഥ ചക്രവർത്തിക്കും സന്താനഭാഗ്യമില്ല. അപ്പോൾ രോമപാദ മഹാരാജാവ് ആദ്യമായി ദശരഥ ചക്രവർത്തിക്ക് ഒരു പെൺകുട്ടിയാണ് ഉണ്ടായത്. ശാന്ത എന്ന പേരാണ്. അപ്പോൾ കുഞ്ഞിനെ കാണാനായിട്ട് രോമപാദ മഹാരാജാവ് വന്നിട്ട് ദശരഥ ചക്രവർത്തിയോട് പറയും, എനിക്ക് കുഞ്ഞിനെ വളരെ ഇഷ്ടമായി, ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെ വളർത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ദശരഥ ചക്രവർത്തി തൻ്റെ മകളായ ശാന്തയെ ദാനമായി രോമപാദ മഹാരാജാവിന് കൊടുത്തു. ഇന്ന് കാലത്ത് ഇതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അന്ന് അവരുടെ സൗഹൃദ ബന്ധം അത്ര ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ കൊടുത്തു. ഇന്നും വളരെ വിരളമായി അപൂർവമായി അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ സഹോദരിമാരുടെ ഇടയിലൊക്കെ ഒരു കുഞ്ഞിനെ അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ വളരെ ചുരുക്കമാണ്. ചിലപ്പം സഹോദരൻ ആശുപത്രിയിലാകുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് ആശുപത്രിയിലാകുമ്പോൾ ഉടനെ ജീവിത പങ്കാളി തൻ്റെ കിഡ്നിയിൽ ഒന്ന് ഭർത്താവിന് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ കൊടുക്കുക, അല്ലെങ്കിൽ ലിവർ കൊടുക്കുക, അവയവങ്ങൾ കൊടുക്കുക, അങ്ങനെയൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. പക്ഷെ വളരെ അപൂർവമാണ്. അത്രയ്ക്കും ഉള്ള സ്നേഹവും ആത്മാർത്ഥതയും കലികാലത്തിൽ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. ഇപ്പം ദശരഥ ചക്രവർത്തിയും രോമപാദ മഹാരാജാവും വളരെ സൗഹൃദ ബന്ധത്തിലായതുകൊണ്ട് തൻ്റെ മകളായ ശാന്തയെ ദാനമായി കൊടുത്തു. ഇപ്പം നമ്മൾ ഇന്നത്തെ വിഷയം ഈ രോമപാദ മഹാരാജാവിനെ കുറിച്ചാണ്.
റോമപാദ മഹാരാജാവ് വളരെ സത്യസന്ധനായി രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ചക്രവർത്തിയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം ബ്രാഹ്മണർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക, കാര്യം എല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു ദിവസം അനേകം ബ്രാഹ്മണർ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ പൂജാകർമ്മങ്ങൾക്കായി വന്നു. അതിൽ ഒരു ബ്രാഹ്മണന് അദ്ദേഹം രത്നങ്ങൾ സമ്മാനമായി ദാനമായി കൊടുത്തു. നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ തന്നെ 4-5 പേർക്ക് കടം ബാധ്യത ഉള്ളവരാണ്. ജന്മനാൽ ഓരോരുത്തരും പിതൃകടം, ദേവകടം, ബ്രാഹ്മണകടം, ഗുരുകടം, രാജ്യകടം, ഇങ്ങനെ കുറച്ച് കടങ്ങളൊക്കെ നമുക്കുണ്ട്. ദേവകടം ആദ്യമായിട്ട് സർക്കാർ നമുക്ക് വെള്ളമൊക്കെ തരുന്നുണ്ട്, അതിനെല്ലാം നമ്മൾ കാശ് കൊടുക്കുന്നു. പക്ഷേ പ്രകൃതിയാണ് നമുക്ക് സൂര്യപ്രകാശവും മഴ ഇതൊക്കെ തരുന്നത്. അതിനെന്തെങ്കിലും ഒരു ഫീസ് നമ്മൾ അടയ്ക്കുന്നുണ്ടോ? പ്രകൃതിക്ക് ഏതെങ്കിലും രൂപത്തിൽ അല്ലെങ്കിൽ ദേവഗണങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ആ വെള്ളത്തിനെ പിടിച്ച് പൈപ്പിൽ തരുന്ന സർക്കാരിന് വരെ നമ്മൾ കാശ് കൊടുക്കുകയാണ്. അത് 1 മാസം കൊടുത്തില്ലെങ്കിൽ അവർ കട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത് ഭൂമിയിൽ അയച്ചു തരുന്ന ദേവന്മാർക്ക് സൂര്യപ്രകാശം, വെള്ളം, കൃഷി, ഇതിനൊക്കെ നമ്മളൊന്നും കൊടുക്കുന്നില്ല. ദേവകടം, ജന്മനാ നമ്മളെല്ലാവരും ദേവഗണങ്ങൾക്ക് കടംപെട്ടവരാണ്. അപ്പം അതിന് ചില രീതികളുണ്ട് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. ഒന്ന് ദേവകടം, രണ്ടാമത്തത് പിതൃകടം. നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഒരു കുടുംബം കിട്ടിയതിന് കുന്തി മഹാറാണി പറയുന്നുണ്ട്, ജന്മൈശ്വര്യ ശ്രുതശ്രീബീർ ഏതമാനാ മതപ്പുമാൻ. നല്ല കുടുംബം, സൗന്ദര്യം, ബുദ്ധി, ആരോഗ്യം. നല്ല കുടുംബം, സമ്പത്ത്, ആരോഗ്യം, ഇതെല്ലാം ജന്മനാ ഒരാൾക്കുണ്ടെങ്കിൽ പൂർവജന്മത്തിൽ കുറേ പുണ്യം ചെയ്തു, നല്ല കാര്യം ചെയ്തു എന്നർത്ഥം. അതായത് നല്ല ഒരു കുടുംബത്തിൽ ജനിക്കുക, ഈശ്വരചിന്ത, ഈശ്വരവിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുക, അല്പം ജീവിക്കാൻ സമ്പത്തുള്ള ഒരു കുടുംബത്തിൽ, ഒരുപാട് പണത്തിന് വേണ്ടി പീഡനം, പട്ടിണി, കഷ്ടപ്പാട് അനുഭവിക്കാതെ അത്യാവശ്യം ജീവിക്കാൻ പണമുള്ള ഒരു കുടുംബം, കാണാൻ ഒരു തിരക്കേടില്ല, ഒരുവിധം സൗന്ദര്യമുണ്ട്, ആരോഗ്യവും ബുദ്ധിയും ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ജന്മൈശ്വര്യ ശ്രുതശ്രീ, മുൻജന്മങ്ങളിൽ നല്ല പുണ്യം ചെയ്തവരാണ് എന്നർത്ഥം. ചിലർക്ക് ബുദ്ധി ഉണ്ടാകും, കാശുണ്ടാവില്ല. ചിലർക്ക് കാശുണ്ടാകും, ബുദ്ധി ഒട്ടും ഉണ്ടാവില്ല. ചിലർക്ക് സൗന്ദര്യവും നല്ല കുടുംബം ഉണ്ടാവും, കാശുണ്ടാവില്ല. ഇങ്ങനെ പല പോരായ്മകളുണ്ട്. പക്ഷെ നമ്മുടെ സത്സംഗത്തിൽ അല്ലെങ്കിൽ പരിചയത്തിൽ ഏകദേശം 90% ആൾക്കാർക്കും ഒരുവിധം മോശമില്ലാത്ത ജീവിതമാണ് ഈശ്വരൻ തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ഒരുവിധം തിരക്കേടില്ലാതെ ഈശ്വര അനുഗ്രഹം കൊണ്ട് നല്ല ജീവിതമാണ്. അത്യാവശ്യം നല്ല കുടുംബമാണ്, പൈസയൊക്കെ ഉണ്ട്, ബുദ്ധിയുണ്ട്, ആരോഗ്യമുണ്ട്. അപ്പോൾ ഇത് വച്ചിട്ട് പൂർവജന്മത്തിൽ അവർ ഒരുവിധം നല്ല ജീവിതം ജീവിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് നമുക്ക് ലഭിച്ചത് നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ടാണ്. നമ്മുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, ഇവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഇത് കിട്ടിയത്. അതുകൊണ്ട് പിതൃകടം, ആ പിതൃകൾക്കും നമ്മൾ കടബാധ്യത ഉള്ളവരാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ നടിയുടെ ഒരു പത്രപ്രവർത്തകൻ ഒരു സിനിമാ നടിയുടെ അടുത്ത് ഒരു ഇൻ്റർവ്യൂ എടുക്കുകയാണ്, കൂടിക്കാഴ്ച. അതിലൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ലേഡി പറഞ്ഞ ഉത്തരം വളരെ രസകരമായിരുന്നു, അർത്ഥവത്തായിരുന്നു. ആ പത്രപ്രവർത്തകൻ
കൂടിക്കാഴ്ചയിൽ ആ സ്ത്രീയെ വളരെ പ്രശംസിച്ചു. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം 35-40 വയസ്സായി, എന്നാലും സൗന്ദര്യത്തിൽ ഒരു കുറവുമില്ല, നല്ല സൗന്ദര്യമാണ് എന്ന് അദ്ദേഹം പ്രശംസിച്ചപ്പോൾ ആ നടി ഒരു മനോഹരമായ മറുപടി പറഞ്ഞു. അവർ പറഞ്ഞു, ആ ക്രെഡിറ്റ് എൻ്റെ അച്ഛൻ്റെയും അമ്മയ്ക്കുമാണ്, എനിക്കല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നല്ല സൗന്ദര്യമുണ്ടെന്ന് പ്രശംസിച്ചപ്പോൾ ആ ക്രെഡിറ്റ് എൻ്റെ പാരൻസിനാണ്, എൻ്റെതല്ല എന്ന് പറഞ്ഞു. അതൊരു രസകരമായ മറുപടിയാണെങ്കിലും വളരെ അർത്ഥമുള്ള ഒരു മറുപടിയായിരുന്നു. നമ്മൾ പിതൃക്കൾക്ക് കടംപെട്ടവരാണ് എല്ലാം കൊണ്ടും. ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കുടുംബത്തിൽ ജനിക്കുന്നതിന് പകരം വല്ല എത്യോപ്യയിലോ സോമാലിയയിലോ എവിടെയൊക്കെ ജനിച്ചിരുന്നെങ്കിലോ ഇല്ലേ? അപ്പം മഴവെള്ളം, ഇതിനൊക്കെ ദേവന്മാർക്ക് കടം, പിതൃക്കൾക്ക് കടം, പിന്നെ മൂന്നാമത്തത് ബ്രാഹ്മണ കടം. കാരണം ഒരു ബ്രാഹ്മണൻ, ഞാൻ പറയുന്നത് സത്യസന്ധനായ ശുദ്ധനായ ബ്രാഹ്മണൻ, ദിവസവും ത്രിലോകങ്ങളിലുള്ളവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ജപിക്കുന്നത്. ഓം ഭൂർ ഭുവ സ്വഹ. തനിക്ക് വേണ്ടി മാത്രമല്ല ഒരു ബ്രാഹ്മണൻ യജ്ഞപൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത്, 3 ലോകങ്ങളിലുള്ളവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈ ബ്രാഹ്മണർക്ക് ചെറിയ ദക്ഷിണയൊക്കെ കൊടുക്കുന്നതിൽ ഒരു വിരോധമില്ല. ബ്രാഹ്മണ കടം. പിന്നെ ഗുരുദേവൻ തപസ്യയിരിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, ശിഷ്യഗണങ്ങൾക്ക് വേണ്ടിയാണ്. ആ ഗുരു തപോഫലം ആർജിച്ച് ശിഷ്യന്മാരുടെ ഉന്നതിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ച് തപസ്യ ചെയ്യുന്നത്. അതിന് ഗുരുവിന് കടം. പിന്നെ രാജ്യക്കടം, രാജാവിനും കടമുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് സത്യസന്ധമായ ശരിക്കുമുള്ള രാജാക്കന്മാർ പ്രജകളുടെ 1/6 പാപമെടുക്കുമത്രേ. ഭർത്താവ് ഭാര്യയുടെ പകുതി പാപം. ഭാര്യ വല്ല പാപകർമ്മം ചെയ്താൽ ഒന്നും ചെയ്യാതെ പകുതി ഭർത്താവിന് പോയി കിട്ടും. കാരണം ഭർത്താവ് എഞ്ചിനും ഭാര്യ ബാക്കിൽ പുറകെ പോണ പെട്ടിയുമാണ്. ഞാൻ പറയുന്നത് ഒരു വേദകാലത്തിലുള്ള ചിന്താഗതി. ഇന്ന് നിങ്ങൾക്ക് പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. കാരണം ഇന്ന് എഞ്ചിനൊരു ദിശയിൽ പോകും, പെട്ടി വേറെ ദിശയിൽ പോകും, അങ്ങനെയൊക്കെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ പെട്ടി എഞ്ചിൻ്റെ പുറകെ പോകും. അപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയുടെ പാപം ചുമക്കും, അച്ഛൻ മക്കളുടെ പാപം ഏറ്റെടുക്കേണ്ടി വരും. ഇവൻ ഭൗതിക ലോകത്തിൽ കുഞ്ഞുങ്ങൾ ആ ക്രിക്കറ്റ് കളിച്ച് അപ്പുറത്ത് വീട്ടിൽ ചില്ല് പൊട്ടിച്ചാൽ അച്ഛൻ കാശ് കൊടുക്കേണ്ടി വരും, മക്കളുടെ പാപം അച്ഛൻ എടുക്കേണ്ടി വരും. ശിഷ്യഗണങ്ങൾ ചെയ്യുന്ന പാപം ഗുരുനാഥൻ എടുക്കേണ്ടി വരും. അതേപോലെ പ്രജകൾ ചെയ്യുന്ന പാപത്തിൽ 1/6 പങ്ക് അത് രാജാവിന് പോകും, ശരിക്കുമുള്ള രാജാക്കന്മാർ. അങ്ങനെ നമ്മൾ ഇവർക്ക് എല്ലാവർക്കും കടബാധ്യത ഉള്ളവരാണ്. പിതൃക്കടം, ദേവകടം, ബ്രാഹ്മണ കടം, ഗുരുകടം, രാജാവിൻ്റെ കടം, ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ രോമപാദ മഹാരാജാവിൻ്റെ രാജ്യത്തിൽ വലിയൊരു യാഗം ചെയ്യാനായി ബ്രാഹ്മണർ വന്നു. പൂജകളൊക്കെ കഴിഞ്ഞു. ഇദ്ദേഹം ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുത്തു. അല്പം ദക്ഷിണയൊക്കെ കൊടുക്കണമല്ലോ, ദക്ഷിണ കൊടുത്തു. ഒരു നവരത്നങ്ങളും വിലപിടിപ്പുള്ള രത്നങ്ങളൊക്കെ ഉള്ള ഒരു കിഴി കൊടുത്തു. കൊടുക്കുമ്പോഴാണ് ഇദ്ദേഹം ചിന്തിച്ചത്, രാജാവ് രോമപാദ മഹാരാജാവ്, അതിനകത്ത് വളരെ വില കൂടിയ ഒരു വജ്രമുണ്ടായിരുന്നു. ഉടനെ മഹാരാജാവ് എന്ത് ചെയ്ത്, അതിനെ മാറ്റി വെച്ചിട്ട് വേറെ ഒരു സാധനം അതിൽ വെച്ച് കൊടുത്തു. അതും വില കൂടിയതാ, പക്ഷെ വജ്രം അങ്ങെടുത്ത് മാറ്റി. പക്ഷെ ബ്രാഹ്മണൻ തൻ്റെ തപോബലം കൊണ്ട് ഇതറിഞ്ഞു. അദ്ദേഹം മനസ്സ് വിഷമിച്ച് പോയി. ഇതറിഞ്ഞ മറ്റ് ബ്രാഹ്മണർ എന്ത് ചെയ്തു, ഇനി ഞങ്ങളാരും നിൻ്റെ നാട്ടിൽ പൂജ ചെയ്യില്ല എന്ന് പറഞ്ഞ് എല്ലാവരും, ബ്രാഹ്മണരെല്ലാം രോമപാദ മഹാരാജാവിനെ വിട്ടുപോയി. അന്ന് മുതൽ ആ രാജ്യത്തിൽ കുടിക്കാൻ വെള്ളമില്ല, ഭൂമിയെല്ലാം വരണ്ട് വിള്ളൽ വീണ്, കൃഷിയില്ല, മഴയില്ല. ഇതിന് ശേഷമുള്ളത് മലയാളത്തിൽ പണ്ട് വൈശാലി എന്നൊരു സിനിമയായിട്ട് വന്നു.
അത് കമർഷ്യലായി. പക്ഷേ കഥ രാമായണ കഥയാണ്. രോമപാത രാജാവിൻ്റെ രാജ്യത്തിൽ പിന്നെ കുടിക്കാനങ്ങ് വെള്ളമില്ല. അതായത് ഇന്ന് കാലത്തുള്ളവർ ചോദിക്കും, എന്തിനാണ് ആത്മീകത എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. ആത്മീകത വളരെ അത്യാവശ്യമാണ്. ഭഗവത്ഗീതയിൽ ഒരു പ്രസിദ്ധമായ ശ്ലോകമുണ്ട്, അന്നാത് ഭവതി ഭൂതാനി പർജന്യോ അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ. ജീവജാലങ്ങൾ ജീവിക്കണമെങ്കിൽ അന്നം വേണം. അന്നം വേണമെങ്കിൽ കൃഷി ഉണ്ടാകണം. കൃഷി ഉണ്ടാകണമെങ്കിൽ മഴയുണ്ടാവണം. ഒരു നാട്ടിൽ മഴ പെയ്യണമെങ്കിൽ നല്ല കർമ്മം ചെയ്യുന്ന ഈശ്വരവിശ്വാസികൾ വേണം. ഈശ്വരവിശ്വാസികൾ കുറയും തോറും, സൽപ്രവർത്തികൾ കുറയും തോറും മഴയുണ്ടാവില്ല. അല്ലെങ്കിൽ അധികമായ മഴയുണ്ടാകും, കൃഷിക്ക് നാശനഷ്ടങ്ങളുണ്ടാകും, അന്നമുണ്ടാവില്ല. അപ്പോൾ രോമപാത മഹാരാജാവ് തൻ്റെ ഒരു ചെറിയ തെറ്റ് കാരണം, ഇതൊരു വലിയ തെറ്റൊന്നല്ല, കിഴിയിൽ മൊത്തം നവരത്നങ്ങളാണ്, അതിൽ ഒന്ന് കൂടിയത് മാറ്റി വെച്ച് വേറെ ഒന്ന് കൊടുത്തു. ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന പോലെ, നമ്മുടെ വീട്ടിലൊരു വിശേഷമാണെങ്കിൽ നാട്ടുകാരെല്ലാം കപ്പൻ സോസർ കൊണ്ടുവന്ന് തരും. എനിക്കിവിടെ ശ്രീമതി വിനീത രാജൻ്റെ ബാക്കിൽ ഷെൽഫിൽ കാണാം കുറേ കപ്പൻ സോസറൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ പിറന്നാളിനും ഓരോ വിശേഷത്തിനും നാട്ടുകാരെല്ലാം കൊണ്ടുവന്ന് കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യത് അങ്ങനെ സൂക്ഷിച്ച് വെക്കും. എന്തിന്? അടുത്ത ആരുടെയെങ്കിലും വിശേഷത്തിന് കൊണ്ടുപോയി കൊടുക്കാൻ. ചിലപ്പോൾ ഒരു കുക്കറും കപ്പൻ സോസറും ഒരു 10 വീട് റൗണ്ട് അടിക്കും. പക്ഷേ എന്നാൽ ആ കിട്ടിയതിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാണെങ്കിൽ നമ്മളത് ആർക്കും കൊടുക്കില്ല, സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ രോമപാത മഹാരാജാവ് ഒന്ന് മാറ്റി വെച്ചു, അത്രയേ ഉള്ളൂ. അന്ന് മുതൽ ഭൂമിയിൽ വരണ്ട് വിള്ളൽ സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ രോമപാത മഹാരാജാവിന് ആകെ വിഷമായി. ഭക്ഷണമില്ല, ഭൂമിയിൽ മഴയില്ല, കൃഷിയില്ല. അപ്പോൾ എന്തു പറ്റി? കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും എണ്ണം കൂടാൻ തുടങ്ങി. അങ്ങനെ മന്ത്രിമാർ ഉപദേശിച്ചു, പരിശുദ്ധനായ ഒരു മനുഷ്യൻ, കാമക്രോധാദികളെ ജയിച്ച ഒരു ഋഷി വന്ന് പൂജ ചെയ്യുകയാണെങ്കിൽ മഴ പെയ്യും എന്ന് പറഞ്ഞു. അപ്പം കാമക്രോധാദികളെ ജയിച്ച ആളാരാ? ഇപ്പം നമ്മളെല്ലാം ആത്മീകം പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഉള്ളിലുള്ള അഴുക്കുകളെ വൃത്തിയാക്കുക, കാമക്രോധാദികളെ ജയിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരാളാരാ? അന്വേഷിച്ച് വന്നപ്പോൾ കാട്ടിൽ വിഭാണ്ഡക മഹർഷിയുടെ മകനായ ഋഷ്യശൃംഗനുണ്ട്. ഋഷ്യശൃംഗൻ കാമക്രോധാദികളെ ജയിച്ച ഒരാളാണ്. ദേഷ്യമേ വന്നിട്ടില്ല, മനസ്സിൽ ആഗ്രഹമേ തോന്നിയിട്ടില്ല. അതെന്താ അങ്ങനെ? ഋഷ്യശൃംഗൻ ജനിച്ച നാൾ തൊട്ട് സ്ത്രീകളെ കണ്ടിട്ടേയില്ല. ആലോചിച്ച് നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആണുങ്ങളെ മാത്രം സൃഷ്ടിച്ചു, സ്ത്രീകളെ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ഏതെങ്കിലും തുണിക്കട, സ്വർണ്ണക്കടയൊക്കെ കാണോ? ഒന്നും കാണില്ല. അപ്പോൾ ഈ ഋഷ്യശൃംഗൻ ജന്മനാ സ്ത്രീകളെ കണ്ടിട്ടില്ല. അതിനെന്താ കാരണം? വിഭാണ്ഡക മഹർഷി തൻ്റെ അച്ഛന് സ്ത്രീകളോട് വല്ലാത്ത ഒരു വെറുപ്പായിരുന്നു. ഋഷ്യശൃംഗൻ്റെ അച്ഛനായ വിഭാണ്ഡകൻ സ്ത്രീകളെ വെറുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതോ ഒരു തെറ്റ് പറ്റി, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു. ചുരുക്കത്തിൽ പുള്ളി സ്ത്രീകളെ വെറുക്കും. നദികൾ പോലും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ അടുത്ത് വരുമ്പോൾ പേടിച്ചു റൗണ്ട് അടിച്ചാണ് പോകുന്നത്. കാരണം നദികളെല്ലാം സ്ത്രീകളാണ്. ഗംഗ, യമുന, സരസ്വതി, ഗോദാവരി, നർമ്മദ, അല്ലേ? രമേശ്, സുരേഷ് നദിയൊന്നും ഇല്ലല്ലോ, എല്ലാ സ്ത്രീ നദികളേ ഉള്ളൂ. അപ്പോൾ ഈ നദികൾ പോലും ഭയന്നിട്ട് വിഭാണ്ഡകൻ്റെ ആശ്രമത്തിൻ്റെ അടുത്ത് വരില്ല. മൃഗങ്ങളും പക്ഷികളിൽ പോലും സ്ത്രീകൾ, പശുവോ അല്ലെങ്കിൽ എന്താ പറയുക, സ്ത്രീലിംഗം അങ്ങനത്തെ ഒന്നും ആശ്രമത്തിനാണ് പേടിയ എല്ലാവർക്കും വിഭാണ്ഡകനെ. മകനെ ഋഷ്യശൃംഗനെ
ഈ പ്രപഞ്ചത്തിൽ സ്ത്രീകളുണ്ടെന്ന് പോലുള്ള അറിവ് പോലും കൊടുക്കാതെ വളർത്തിയിരുന്നു. അത് കാരണം ആ ഋഷ്യശൃംഗൻ്റെ മനസ്സിൽ വേറെ യാതൊരു ആഗ്രഹമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും ഋഷ്യശൃംഗൻ തപോബലം, കാമക്രോധ മോഹ ലോഭ മതമാത്സര്യം എല്ലാം ജയിച്ച ഒരു വ്യക്തിയായിരുന്നു ഋഷ്യശൃംഗൻ. അപ്പോഴാ ഋഷിമാർ പറയുന്നത്, ആ ഋഷ്യശൃംഗനെ കൊണ്ടുവന്ന് പൂജ ചെയ്യിച്ചാൽ രോമപാദ മഹാരാജാവിൻ്റെ രാജ്യമായ അംഗദേശത്ത് മഴ പെയ്യും, ഈ ശാപമെല്ലാം മാറിക്കിട്ടും. എങ്ങനെ കൊണ്ടുവരും? വിപാണ്ഡകൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ പറ്റുമോ? എല്ലാവർക്കും പേടി. അപ്പോൾ അന്ന് അവിടെ ഒരു ഗ്രാമത്തിൽ ആർക്കോ വയ്യാതായി വിപാണ്ഡകൻ അവരെ അന്വേഷിച്ചു പോയതാണ്. ഈ സമയം വീട്ടിൽ അച്ഛനില്ലാത്ത സമയം മകനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഏത് വിഷയമാണോ ഋഷ്യശൃംഗന് അറിഞ്ഞുകൂടാ ആ വിഷയത്തിന് തന്നെ പറഞ്ഞു വിടണം. ഇപ്പോൾ ഞാനിപ്പോൾ അരമണിക്കൂർ നിങ്ങൾക്ക് സത്സംഗം ക്ലാസ് എടുക്കും, സംസാരിക്കുന്നു. ഈ സംസാരിക്കുന്ന നേരം മുഴുവനും ഞാൻ കയ്യിനകത്ത് ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഞാൻ തുറക്കാതെ സംസാരിക്കുകയാണെങ്കിൽ എല്ലാവരുടെ മനസ്സിലും എന്തായിരിക്കും കയ്യിൻ്റെ അകത്ത്? അതേസമയം ഞാൻ ഒരു പേനയും കയ്യിൽ പിടിച്ചിട്ടാണ് സംസാരിക്കുകയാണെങ്കിൽ പേന അതൊരു കാര്യമില്ല. പക്ഷെ അതേ പേനയും ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് സംസാരിക്കണമെങ്കിൽ എല്ലാവരും ചിന്തിക്കും ആ കയ്യിനകത്ത് എന്തായിരിക്കും, ഇല്ലേ? ഏത് വിഷയം നമുക്ക് അറിയാതെ ഇരിക്കുമോ ആ വിഷയത്തിൽ താല്പര്യം ഉണ്ടാവും. നമ്മുടെ അടുത്ത് നമ്മുടെ 2 സുഹൃത്തുക്കൾ രഹസ്യം സംസാരിച്ച് നമ്മളിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു 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 ഇൻട്രസ്റ്റ് കൂടും. എന്താ രഹസ്യം അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ തീരുമാനിച്ചു, ഋഷ്യശൃംഗൻ അറിയാത്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്. അതുകൊണ്ട് രോമപാദ മഹാരാജാവ് തൻ്റെ അംഗദേശത്തുള്ള സുന്ദരിമായ സ്ത്രീകളെ, നർത്തകികളെ അയച്ചു, എങ്ങനെയെങ്കിലും ഋഷ്യശൃംഗനെ കൊണ്ടുവരാൻ. അങ്ങനെ അവർ പോയി. ഋഷ്യശൃംഗൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ വരുന്നു. ഋഷ്യശൃംഗൻ വിചാരിച്ചു ഏതോ മുനിമാരാണ് വരുന്നതെന്ന്. കാരണം ആ ഋഷ്യശൃംഗൻ ജീവിതകാലം മുഴുവനും ഋഷിമാരും മുനിമാരും സന്യാസിമാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ, സ്ത്രീകളെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ സ്ത്രീകളെ കണ്ടപ്പോൾ ഋഷ്യശൃംഗൻ വിചാരിച്ചു, ഏതോ ഋഷിമാരൊക്കെയാണ് വരുന്നത്, ഇതുവരെ കാണാത്ത ഋഷിമാർ, ഇവർ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുന്നല്ലോ. എന്നാലും അച്ഛൻ എന്താ ഉപദേശിച്ചത്? ഋഷിമാരെല്ലാം പോയി സേവിക്കണം. ഉടനെ ഋഷ്യശൃംഗൻ പോയി അവരും ക്ഷണിച്ചു വരുത്തി, അവരെ പോയി സേവിക്കാൻ തുടങ്ങി. അവർക്ക് പഴങ്ങൾ മുറിച്ചു കൊടുക്കുകയും കാട്ടിൽ നിന്ന് പറിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ ഇത്ര കാലം ഋഷിമാരെ സേവിച്ചപ്പോൾ ഹൃദയത്തിലൊരു വിരക്തി, ഒരു സാക്ഷാത്കാരം, ഒരു ഡിറ്റാച്ച്മെൻറ്റാണ് അനുഭവപ്പെട്ടത്. പക്ഷേ ഈ പുതിയ ഋഷിമാരെ സേവിച്ചപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് മനസ്സിലൊരു അറ്റാച്ച്മെൻറ്റാണ്, ഒരു ആകർഷണമാണ് അദ്ദേഹം അനുഭവിച്ചത്. ഇതെന്താ അദ്ദേഹത്തിന് പോലും മനസ്സിലായില്ല. ആ സ്ത്രീകളെല്ലാം ഋഷ്യശൃംഗനെ ഇതിനു വേണ്ടി മനോഹരമായി ഒരുക്കിയ ഒരു തോണി വള്ളത്തിൽ കയറ്റി അംഗദേശത്ത് കൊണ്ടുപോയി. ആ അംഗദേശത്ത് ഋഷ്യശൃംഗൻ കാല് വെച്ചതും മഴ പെയ്യാൻ തുടങ്ങി. പൂജയൊന്നും ചെയ്യേണ്ടി വന്നില്ല. വളരെ അത്യാവശ്യം നമ്മൾ ഹൃദയത്തിൽ ഉള്ള കാമക്രോധാദികളെ ജയിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിനകത്തുള്ള അഴുക്കുകൾ, അസൂയ, ദേഷ്യം, പിന്നെ എന്താ പറയുക, മറ്റുള്ളവരെ കുറ്റം പറയുന്ന പ്രവണത, ഇതിനെയൊക്കെ ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയത്തിൽ ഈശ്വരൻ കുടികൊള്ളും. അങ്ങനെ ഋഷ്യശൃംഗൻ ചെന്നു. രോമപാദ രാജാവിൻ്റെ രാജ്യത്തിൽ മഴ പെയ്യാൻ തുടങ്ങി. എല്ലാം പ്രശ്നങ്ങൾ മാറി. അപ്പോഴാ രോമപാദ മഹാരാജാവ് ഓർക്കുന്നത്, ഇപ്പോൾ വിപാണ്ഡകൻ അറിഞ്ഞു കാണും, അവരെ മകനെ നമ്മൾ കബളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന കാര്യം വിപാണ്ഡകൻ അറിഞ്ഞു കാണും. ആരാ വിപാണ്ഡകനെ പോയി നോക്കുക, ഫേസ് ചെയ്യുക? അപ്പം എന്താ ഒരു സൂത്രം? ഉടനെ രോമപാദ മഹാരാജാവ് എന്ത് ചെയ്തു? തൻ്റെ മകളായ ശാന്തയെ ഋഷ്യശൃംഗന് കല്യാണം കഴിച്ചു കൊടുത്തു. ഈ ശാന്ത ആരാണ്? ദശരഥൻ്റെ മകളാണ്.
ദശരഥ ചക്രവർത്തിക്ക് ഒരു മകളുണ്ടായി, ശാന്ത. ആ ശാന്തയെ ഗിഫ്റ്റായിട്ട് അദ്ദേഹം റോമപാദ രാജാവിന് കൊടുത്തു. അങ്ങനെ ഋഷ്യശൃംഗൻ വന്നതോട് തന്നെ റോമപാദ രാജാവിൻ്റെ രാജ്യത്തിലുണ്ടായിരുന്ന സർവത്ര ദോഷങ്ങളും മാറിക്കിട്ടി. ഈ കഥ മനസ്സിലാക്കിയിട്ട് ദശരഥ ചക്രവർത്തി, തനിക്ക് മക്കളില്ലല്ലോ, പുത്രകാമേഷ്ടി യാഗം നടത്താൻ ആ ഋഷ്യശൃംഗനെ കൊണ്ടുവന്നു. ഋഷ്യശൃംഗൻ യാഗം ചെയ്തിട്ടാണ് യജ്ഞപ്രസാദം ദശരഥന് കൊടുക്കുന്നത്. ദശരഥൻ ആ യജ്ഞപ്രസാദം രണ്ടായി വീതിച്ച് കൗസല്യയ്ക്കും തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൈകേയിക്കും കൊടുത്തു. അവർ രണ്ടുപേരും അതിലൊരു പങ്ക് സുമിത്രയ്ക്ക് കൊടുത്തു. അപ്പോൾ സുമിത്രയ്ക്ക് 2 പങ്ക് കിട്ടി. കൗസല്യയ്ക്ക് ശ്രീരാമൻ മകനായി ജനിച്ചു. സുമിത്രയ്ക്ക് 2 പങ്ക് കിട്ടിയത് കൊണ്ട് ലക്ഷ്മണനും ശത്രുഘ്നനും മകനായി ജനിച്ചു. കൈകേയിക്ക് ഭരതൻ മകനായി ജനിച്ചു. അപ്പോൾ ഇന്ന് ഈ വിഷയം എടുക്കാൻ കാരണം, റോമപാദ മഹാരാജാവ് ഒരു ചെറിയ തെറ്റ്, നയിക്കുന്ന നേതാക്കന്മാർ വളരെ ശ്രദ്ധയോടിരിക്കണം. ഒരു ഗ്രഹനാഥൻ തെറ്റ് ചെയ്യുമ്പോൾ അത് കുടുംബത്തിന് മുഴുവനും ബാധിക്കും. ഗുരു തെറ്റ് ചെയ്താൽ ശിഷ്യഗണങ്ങളെ ബാധിക്കും. ഒരു അധ്യാപകൻ തെറ്റ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളെ ബാധിക്കും. രാജാവ് തെറ്റ് ചെയ്താൽ അത് രാജ്യം മുഴുവനെയും ബാധിക്കും. അപ്പോൾ നമ്മൾ ആത്മീയതയിൽ വരുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല ആത്മീകം പരിശീലിക്കുക. നമ്മൾ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ആത്മീകം പരിശീലിക്കുക. ഒരു ഭർത്താവ് ചെയ്യുന്ന പാപം അയാൾ പൂർണ്ണമായും ചുമക്കേണ്ടി വരും. പക്ഷേ ഒരു ഭർത്താവ് പുണ്യം ചെയ്താൽ അതിൽ ഒരു പെർസെൻറ്റേജ് വൈഫിനും കുട്ടികൾക്കും എല്ലാവർക്കും പോകും. ഭാര്യ പുണ്യം ചെയ്താൽ ഭർത്താവിന് പോകില്ല, പാപം ചെയ്താൽ ഭർത്താവിന് പോകും. രാമായണത്തിൽ ആ കാട്ടാളൻ്റെ കഥയിൽ പറയുന്നുണ്ട്, രത്നാകരൻ്റെ കഥയിൽ. ഈ രത്നാകരന് നാരദ മഹർഷിയെ കാട്ടിൽ പിടിച്ച് കെട്ടിവെച്ചു. നാരദ മഹർഷി ചോദിച്ചു, നീ എന്തിനാ ഇത്രയും പാപം ചെയ്ത് കൂട്ടുന്നത്? രത്നാകരൻ പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പാപം ചെയ്യുന്നത്, എൻ്റെ കുടുംബത്തിനെ പോറ്റാനാണ് ഞാൻ ഈ പാപം ചെയ്യുന്നത്. ഇപ്പം നാരദ മുനി ചോദിച്ചു, നീ ചെയ്യുന്ന പാപം ആരും ഏറ്റെടുക്കില്ല. അല്ലല്ല, എല്ലാവരും ഏറ്റെടുക്കും, ഞാൻ അവർക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. ശരി, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, നീ വീട്ടിൽ പോയി ചോദിച്ചിട്ട് വാ. ഉടനെ രത്നാകരൻ, എന്നാൽ ഓടിപ്പോയാലോ? നാരദ മഹർഷി ഒരു മരത്തിൽ പിടിച്ച് കെട്ടിവെച്ചിട്ട് രത്നാകരൻ വീട്ടിൽ ചെന്നു. വയസ്സായ അച്ഛൻ്റെ അടുത്തും അമ്മയടുത്തും ചോദിച്ചു, ഞാനേ നിങ്ങൾക്ക് ദിവസം ചോറ് തിന്നാൻ കൊണ്ടുവന്ന് തരുന്നു, കാശ് കൊണ്ടുവന്ന് തരുന്നു, ഞാൻ ഇതെങ്ങനെയാ കൊണ്ടുവന്ന് തരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അച്ഛനും അമ്മയും പറഞ്ഞു, വയസ്സായ അച്ഛനമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം മകൻ്റെയാണ്. നീ എങ്ങനെ കൊണ്ടുവന്ന് തരുന്നു എന്ന് ഞങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. ഭാര്യയെടുത്ത് ചോദിച്ചപ്പോൾ ഭാര്യയും പറഞ്ഞു, ഗൃഹനാഥൻ്റെ ജോലിയാണ് കുടുംബം നടത്തേണ്ടത്, നിങ്ങൾ എങ്ങനെയാ കൊണ്ടുവരുന്നത് ഞങ്ങൾ അറിയണ്ട. ഞാൻ വഴിയിൽ പോകുന്നവരെ കൊള്ളയടിച്ചാ കൊണ്ടുവരുന്ന പാപമുള്ള പൈസയാ, അപ്പം നിങ്ങൾക്കും ആ പാപത്തിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രത്നാകരൻ്റെ കുടുംബക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ആ പാപത്തിൽ പങ്കില്ല, അങ്ങയുടെ കർത്തവ്യമാണ് കുടുംബത്തിനെ നടത്തേണ്ടത്, പാപം ഞങ്ങൾ എടുക്കില്ല. അപ്പോൾ ഒരു ഭക്തൻ, ഒരു ആത്മീകവാദി തൻ്റെ കുടുംബത്തിൻ്റെയും തലമുറകൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? പാപങ്ങൾ ചെയ്താൽ നമുക്ക് വേണ്ടി മാത്രം. അതിലും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മളോടൊപ്പമുള്ളവർക്ക് ഈശ്വരജ്ഞാനം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി കംപ്ലീറ്റ് അല്ല. ഭാഗവതത്തിൽ ഋഷഭദേവൻ പറയുന്നു, ജനനി ന സസ്യാത്, അമ്മയല്ല. മക്കൾക്ക് ഈശ്വരനെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ ഡോക്ടറാക്കുന്ന ഇതെല്ലാം ചെയ്യുന്നു. ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അമ്മയല്ല. പിതാന സസ്യത്, അച്ഛനും അല്ല. ഗുരോർന സസ്യത്, ഗുരുവും അല്ല. വലിയ ഒരു ഉത്തരവാദിത്തമാണ് നമുക്ക് നമ്മുടെ മക്കളും കുടുംബാംഗങ്ങൾക്കും ഈശ്വരനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്.
ഹരേ കൃഷ്ണ. വളരെ നന്ദി, നമസ്കാരം. ഇനി ഈ മാസം വിശേഷപ്പെട്ട ദിവസമെന്ന് പറയുമ്പോൾ രാധാഷ്ടമി വരുന്നുണ്ട്. സെപ്റ്റംബർ 11 ശ്രീകൃഷ്ണ ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കുമെങ്കിലും ഭഗവാനെയും സ്നേഹത്തിൽ നിയന്ത്രിക്കുന്നത് രാധാറാണിയാണ്. അപ്പോൾ ഗൗഡീയ വൈഷ്ണവ പരമ്പരയിൽ വരുന്ന ഭക്തർക്ക് രാധാറാണിയുടെ കൃപ കിട്ടുന്നത് വളരെ അത്യാവശ്യമാണ്. രാധാറാണിയുടെ കൃപയുണ്ടെങ്കിൽ പ്രേമഭക്തി നമുക്ക് ലഭിക്കും. അപ്പോൾ രാധാഷ്ടമി വരുന്നുണ്ട്. അന്ന് നമുക്ക് രാധാറാണിയെ സ്മരിക്കുകയും സ്തുതിക്കുകയും നല്ല വീടുകളിൽ നിവേദ്യങ്ങൾ സമർപ്പിക്കുകയൊക്കെ ചെയ്യുക. ഹരേ കൃഷ്ണ. വളരെ നന്ദി, നമസ്കാരം.